സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിൻ്റെ മൃതദേഹം ചിതയിലേക്ക് നിൽക്കുന്ന ദൃശ്യങ്ങളാണിത്. അദ്ദേഹത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരേ ചിതയിൽ തന്നെ ഭാര്യ മധുലിക റാവത്തിൻ്റെ മൃതദേഹം ജനറൽ ബിപിൻ റാവത്തിൻ്റെയും ഭാര്യ മധുലിക റാവത്തിൻ്റെയും മൃതദേഹം ഒരേ ചിതയിൽ തന്നെ സംസ്കരിക്കാൻ തുടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. സമയക്രമത്തിൽ വളരെ കൃത്യത പാലിച്ചുകൊണ്ട് തന്നെയാണ് സേന 4:45 തന്നെ ഇരുവരുടെയും മൃതദേഹം ചിതയിൽ വച്ചു. ഇവരുടെയും മക്കൾ തന്നെയാണ് ആദ്യം ചന്ദനമുട്ടി അവരുടെ മൃതദേഹത്തിലേക്ക് വയ്ക്കുന്നത്. हमारा रिकवर कर अपने पूज्य बेटे पापा मम्मी के नाम केतु करता रोग था रेवती पंचमाली तबो परिसर पंचों के पास स्टॉप टेकिंग यहाँ पर सामने मना करेंगे है ना उनको अच्छा ഇന്ത്യയുടെ ധീരനായ സൈനിക മേധാവി സംയുക്ത സൈന്യത്തിൻ്റെ തലവൻ ജനറൽ ബിപിൻ റാവത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യ മധുലിക റാവത്തും ഒരേ ചിതയിൽ എരിഞ്ഞിടങ്ങുന്നതിന് മുന്നോടിയായി അവരുടെ ഇരുവരുടെയും മക്കൾ മതപരമായ ചടങ്ങുകളോടെ ചന്ദനമുട്ടി അവരുടെ മൃതദേഹത്തിൽ വെക്കുന്നു.
सभी लोग जरा सामने थोड़ा नीचे करते जाइएगा और आते गए थोड़ा
സംയുക്ത സേനയുടെ മേധാവി ബിപിൻ റാവത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മധുലിക റാവത്തിൻ്റെയും സംസ്കാര ചടങ്ങുകളാണ്. ഔദ്യോഗിക ചടങ്ങുകളിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഗൺ സല്യൂട്ടാണ് ബാക്കിയുള്ളത്. 17 റൗണ്ട് ഗൺ സല്യൂട്ടാണ് അദ്ദേഹത്തിന് നൽകുന്നത്. ഗൺ സല്യൂട്ടിനൊരുക്കിയിട്ടുള്ള പീരങ്കികളാണ്. പീരങ്കികൾക്ക് സമീപം ജവാന്മാരെയും കാണാം. രാജ്യം അതിൻ്റെ വീരോചിതമായ അന്തിമ ചടങ്ങുകളാണ് അദ്ദേഹത്തിനും ഭാര്യയ്ക്കും നൽകിയത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ നേരിട്ട് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. 3 സേനയും പ്രതിനിധീകരിക്കുന്ന ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥർ, 800ഓളം തിരഞ്ഞെടുക്കപ്പെട്ട സേനാംഗങ്ങളാണ് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളും ഒരേ ചിതയിൽ തന്നെയാണ് ഇരുവരെയും സംസ്കരിക്കുന്നത്. ഇരുവരുടെയും അന്തിമ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ഇരുവരുടെയും മക്കൾ തന്നെയാണ്. ചിതയിലേക്ക് ആദ്യം ചന്ദന മുട്ടി പകർന്നതും മറ്റ് മതപരമായ ചടങ്ങുകൾ നിർവഹിച്ചതും. മക്കളും ഏറ്റവും അടുത്ത ബന്ധുക്കളുമാണിപ്പോൾ ചിതയ്ക്ക് ചുറ്റും നിൽക്കുന്നത്. ചിതയിലേക്ക് തീ പകരാൻ പോവുകയാണ്. ഇന്ത്യയുടെ 3 സേനയുടെയും തലവൻ ജനറൽ ബിപിൻ റാവത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മധുലിക റാവത്തിൻ്റെയും ചിതയ്ക്ക് തീ പകരുകയാണ്. അദ്ദേഹം जो लकड़ियां हैं खासतौर पे जो कि पार्थिव शरीर पर रखी की जाती हैं वो की जा रही हैं और उसमें परिजनों के साथ साथ भारी संख्या में पर दे दिया गया है। यहाँ पर 17 सलामी दी जा रही है, दूसरी सलामी यहाँ पर दी गई है, तीसरी सलामी यहाँ पर दी गई है। ये वो राष्ट्रीय सम्मान है जो देखिए किस तरह से दिया जा रहा है। गर्व होता है इस पल पर, आप अपने देश के लिए जीते हैं और देखिए हम करीब यहाँ पर हैं, एक के बाद एक ये सलामी यहाँ पर दी जा रही है सीडीएस जनरल रावत को। और जैसे आदेश यहाँ पर मिला राजकीय सम्मान के लिए उन्हें ये सलामी यहाँ पर दी गई है। इस वक्त आप देखिए ये सलामी राजकीय सम्मान के तौर पर दी जा रही है उस अधिकारी को जिन्होंने अपनी
सभी लोग घर जाइए जरा यहाँ से थोड़ा सा प्रस्थान कर दिया രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിന് വിട. ഔദ്യോഗിക ബഹുമതികളോടെയാണ് കന്റോൺമെന്റിലെ ബ്രാർ സ്ക്വയറിൽ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്. ജനറൽ ബിപിൻ റാവത്തിനും പത്നി മധുലികയ്ക്കും ഒരേ ചിത തന്നെയാണ് ഒരുക്കിയത്. മക്കളായ കൃതികയും തരണിയും ചേർന്നാണ് ചിതയിൽ അഗ്നി പകർന്നത്. ഡൽഹി ബ്രാർ സ്ക്വയർ ശ്മശാനത്തിൽ 17 ഗൺ സല്യൂട്ടുകളോടെയാണ് സംസ്കാരം നടന്നത്. സംയുക്ത സൈനിക മേധാവിക്ക് രാജ്യത്തെ ഏറ്റവും വലിയ ആദരം തന്നെയാണ് നൽകിയിട്ടുള്ളത്. സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തും അദ്ദേഹത്തിന്റെ ഭാര്യ മധുലികയ്ക്കും രാജ്യം വിട നൽകിയിരിക്കുകയാണ്. കുനൂരിൽ ഉണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ ആയിരുന്നു ഇരുവരും മരണപ്പെട്ടത്. ഇവർക്ക് ഒപ്പം 11 സൈനികരും ആ ദുരന്തത്തിൽ മരണപ്പെട്ടു. ഡൽഹിയിലെ കന്റോൺമെന്റിലെ ബ്രാർ സ്ക്വയറിലെ ശ്മശാനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുവർക്കും ഒരേ ചിതയിൽ തന്നെയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യം എല്ലാ സൈനിക ആദരവും നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങ് നടക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവിയാണ് വിട പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി 17 റൗണ്ട് ഗൺ സല്യൂട്ട് അടക്കം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സംയുക്ത സൈനിക മേധാവിയെ യാത്രയാക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അന്ത്യകർമ്മങ്ങളിൽ നേരിട്ട് പങ്കെടുത്തു. മക്കളായ കൃതികയും തരണിയും ചേർന്നുകൊണ്ടാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. അതോടൊപ്പം വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ, ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസമായിരുന്നു ഡൽഹിയിലേക്ക് മൃതദേഹം എത്തിച്ചത്. അതിനുശേഷം ഇന്ന് രാവിലെ 11 മണിക്ക് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിൽ ഉള്ളവർ മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു. സൈനിക ഉദ്യോഗസ്ഥർ, മുൻ സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അടക്കമുള്ളവർ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി ഉൾപ്പെടെ ഉള്ളവർ അന്ത്യോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയിരുന്നു. പൊതുജനങ്ങൾക്കും പൊതുദർശനത്തിനുള്ള അവസരം ഒരുക്കിയിരുന്നു. 12:30 പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചത്. 100 കണക്കിന് ആളുകൾ ആയിരുന്നു മൃതദേഹം ഒരു നോക്ക് കാണുന്നതിനായി എത്തിയിരുന്നത്. അതിനുശേഷം 2:20 അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും കന്റോൺമെന്റിലേക്ക് വിലാപയാത്ര ആരംഭിച്ചത്. 100 കണക്കിന് ആളുകൾ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. റോഡിന് ഇരുവശങ്ങളിലും വിലാപയാത്ര കടന്നു വന്ന റോഡിന്റെ ഇരുവശങ്ങളിലും 100 കണക്കിന് ആളുകളാണ് ശരി അഭിലാഷ്, പൂർണ്ണ സൈനിക ബഹുമതിയോടെ സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിന്റെയും അദ്ദേഹത്തിന്റെ